കഥ ഉതിരിപ്പൂക്കൾ. മഞ്ഞണിഞ്ഞ പുലർവേളകളിൽ മരങ്ങളുടെ പച്ചപ്പും മഞ്ഞിൻ്റെ കുളിരും കൂടി ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ആകാശത്തിലൂടെ മാല പോലെ പക്ഷിക്കൂട്ടങ്ങൾ ഇരതേടി ഇറങ്ങിയിരിക്കുന്നത് കാണാം. ഓരോ പുൽക്കൊടിയിലും മഞ്ഞുതുള്ളികൾ ഉത്സാഹത്തോടെ നിലകൊള്ളുന്നു. ബാൽക്കണിയിലിരുന്നാൽ പക്ഷികളുടെ കളകൂജനങ്ങളടക്കം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇതെല്ലാം നന്നായി ആസ്വദിച്ചിരുന്നു താൻ. എന്നു മുതലാണ് ആമയെപ്പോലെ ഉൾവലിയാൻ തുടങ്ങിയത്? എപ്പോഴും എന്തോ ഒരു അസ്വസ്ഥത തന്നെ മൂടാൻ തുടങ്ങിയിരിക്കുന്നു. പല ചിന്തകളും മനസ്സിനെ നോവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ജീവിതത്തിനോട് തന്നെ മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു. ആത്മാർത്ഥത നിറഞ്ഞ പെരുമാറ്റങ്ങളാണെങ്കിലും അതിൽ എന്തോ ഒരു ഒളിച്ചുകളിയില്ലേ? ചിലന്തി വല പോലെ ചിന്തകൾ കാടുകയറാൻ തുടങ്ങി. എല്ലാം തുറന്നു പറഞ്ഞുള്ള സ്നേഹമല്ലേ വേണ്ടത്? പറയാൻ വയ്യാത്ത എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ട് ജിത്തുവിന്. ജിത്തുവിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നന്ദുവിന് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സ്കൂൾ കാലങ്ങളിൽ മനസ്സിൽ കയറിപ്പാർക്കാൻ തുടങ്ങിയതാണ്. അവൻ അറിയുമോ എന്നറിയില്ല, എനിക്ക് അവനോട് മനസ്സ് മുഴുവൻ സ്നേഹമാണെന്ന സത്യം. ആത്മാവിൽ അവൻ കുടിയേറിപ്പാർത്തു കഴിഞ്ഞ സത്യം. വേറൊരാളുമായുള്ള കല്യാണം കഴിഞ്ഞ് അയാളുടെ കൈപിടിച്ച് നാടുവിടുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ വേദനയുടെ കനലായി അവനുണ്ടായിരുന്നു. കുടുംബ പ്രാരാബ്ദങ്ങളുടെ വർധന, കുട്ടികളുടെ പഠിപ്പ്, തിരക്കുകളിൽപ്പെട്ട് ജീവിതം ഒഴുകിപ്പോയത് അറിഞ്ഞില്ല. സ്വയം ചിന്തകൾക്ക് ഒട്ടും സമയമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്നാലും ഒരു കനൽ പോലെ അവനെ പറ്റിയുള്ള ചിന്തകൾ വന്നു പോകുമായിരുന്നു. മക്കൾക്ക് ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവാൻ തുടങ്ങിയത്. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കിപ്പോയി ഒറ്റപ്പെട്ടു എന്ന തോന്നൽ വന്നു തുടങ്ങി. കൂടെയുണ്ടായിരുന്ന ആളും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോഴാണ് ജീവിതം മതിയായി എന്ന തോന്നൽ കൂടുതൽ അലോസരപ്പെടുത്താൻ തുടങ്ങിയത്. മനസ്സ് ആത്മീയതയിലേക്ക് പോവാൻ തുടങ്ങിയതായിരുന്നു. ഒറ്റപ്പെട്ടപ്പോഴാണ് മനസ്സിലുള്ള ആ കനൽ കൂടുതൽ തിളങ്ങാൻ തുടങ്ങി. എവിടെയെങ്കിലും ഉണ്ടാവുമോ? കുട്ടികളൊക്കെയായി സുഖമായി ഇരിക്കുന്നുണ്ടാവുമോ? അവിചാരിതമായി കണ്ടുമുട്ടിയപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഒരു സുഹൃത്തെന്ന നിലയിൽ അതിനപ്പുറം ഒരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നില്ല. കുട്ടികളെയും ജീവനിൽ പാതിയെയും വിട്ട് വേറൊരു ലോകവും മനസ്സിലില്ലായിരുന്നു എന്നതാണ് സത്യം. ജിത്തുവുമായുള്ള കണ്ടുമുട്ടൽ വല്ലാത്തൊരു സന്തോഷത്തിലാണ് കൊണ്ടെത്തിച്ചത്. മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞ് നല്ലൊരു സുഹൃത്തായി മാറുകയായിരുന്നു ജിത്തു. ജിത്തുവും ഭാര്യയും മക്കളും ഒക്കെയുള്ള അയാളോട് ഒരു അഭിനിവേശം തന്നെയായിരുന്നു. കിട്ടാതെ പോയ ഒരു നിധി, കയ്യിൽ കിട്ടിയ ആഹ്ലാദം. പിന്നീട് എപ്പോഴോ ബന്ധങ്ങൾ മാറാൻ തുടങ്ങി. സ്വന്തമാവില്ല, തെറ്റാണ് ചെയ്യുന്നത് എന്നെല്ലാം അറിഞ്ഞും വിവേകം വികാരത്തിന് വഴിമാറി കൊടുക്കാൻ തുടങ്ങി. നല്ല ആത്മാർത്ഥതയുള്ള പെരുമാറ്റം. പക്ഷേ പതുക്കെ മനസ്സിലാവാൻ തുടങ്ങി, തനിക്ക് ജിത്തു എങ്ങനെയാണോ അതുപോലെ തന്നെ ജിത്തുവിന് വേറെയും പല ബന്ധങ്ങളുണ്ടെന്ന സത്യം. പലപ്പോഴും തെളിവുകൾ കിട്ടിയെങ്കിലും അതൊക്കെ സ്നേഹത്തിന് മുന്നിൽ നിഷ്പ്രഭമായി പോയി. എല്ലാം കൊണ്ടും നല്ല സ്വഭാവമുള്ള ജിത്തുവിൻ്റെ ചില പെരുമാറ്റങ്ങൾ എന്തോ ഒരു അപാകത അനുഭവപ്പെട്ടിരുന്നു. എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്ന സ്വഭാവം. അവനെ കുടുംബവുമായി അധികം അടുപ്പമുണ്ടായിരുന്നില്ല. ജിത്തുവിൻ്റെ ഭാര്യയെ ആലോചിക്കുമ്പോഴും വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. മനസ്സുകൊണ്ട് അടുത്തതല്ലേ, അകലുന്ന കാര്യം പ്രയാസത്തിലായിരുന്നു. മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ മനസ്സല്ലേ, എന്തു ചെയ്യാൻ കഴിയും? വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ആത്മാർത്ഥമായ മനസ്സിൻ്റെ വിളി, ഒരു തീർത്ഥാടനം, അത് അത്യാവശ്യമാണ്. ആത്മീയതയുടെ വിശാലതയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. തണുത്ത കാലുകൾ നീട്ടിവെച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഭജനമന്ത്രങ്ങളുടെ ഈരടികൾ കാതിൽ ഉറഞ്ഞുതുള്ളി. ഭഗവാന്റെ കാലടികളിലേക്ക് ഇനി ഭക്തമേരയായി.